ദയവുചെയ്ത് ശ്രദ്ധിക്കുക. തങ്ങളുടെ പൈതലിനെ ഇനിയും ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ മാതാവും പിതാവും ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി. അതിലേക്ക് വെള്ളം കടക്കാതെ കുഞ്ഞിന് യാതൊരു ദോഷവും സംഭവിക്കാതെ ഇരിക്കുവാനുമായി കീല് തേച്ച് മോശക്കുഞ്ഞിനെ ആ ഞാങ്ങണപ്പെട്ടകത്തിൽ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി. എന്റെ പൈതലിനെ ദൈവം തന്നെ കാക്കണം, എന്റെ മകനെ ദൈവം തന്നെ സംരക്ഷിക്കണം. ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മാതാവായി പിതാവായി ഞങ്ങൾ ചെയ്യേണ്ടുന്നതായ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. എടുക്കേണ്ട ജാഗ്രതകൾ എടുത്തിട്ടുണ്ട്. വളർത്തേണ്ട രീതിയിൽ കുഞ്ഞിനെ വളർത്തി. ഇനി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, അതുതന്നെ ചെയ്യണം. കുഞ്ഞുങ്ങളെ കോളേജിലേക്ക് അയക്കുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ അയക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരേയൊരു മകളുടെ വിവാഹം കഴിഞ്ഞു അവളെ ഭർതൃഗൃഹത്തിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഞാങ്ങണപ്പെട്ടകത്തിലാക്കി വെച്ചു. ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോയില്ല. മിര്യാമിനെ വിളിച്ചു, മോളെ, നീ ശ്രദ്ധിച്ചുകൊള്ളണം, അനുജനെ നോക്കിക്കൊള്ളണം എന്നു പറഞ്ഞുകൊണ്ട് മിര്യാമിനെ അയച്ചു. അതായത് സാധാരണമായിട്ട് സ്കൂളിൽ പോകുന്നതായ അനുജനും അനുജത്തിയും കോളേജിൽ പോകുന്നതായ അനുജനും അനുജത്തിയുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേട്ടനെന്ന നിലയിൽ, ചേച്ചിയെന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? നിങ്ങളുടെ അനുജന്മാരെ, അനുജത്തിമാരെ നോക്കണം. നിന്റെ അനുജനെക്കുറിച്ച്, നിന്റെ അനുജത്തിയെക്കുറിച്ച് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു ദോഷവും അവർക്കുണ്ടാകാതിരിപ്പാൻ, ഒരു മാലിന്യവും അവരിൽ പ്രവേശിക്കാതിരിപ്പാൻ, പാപത്തിൽപ്പെട്ടവർ വീണുപോകാതെയിരിക്കുവാനായിട്ട് മൂത്ത സഹോദരൻ സഹോദരി എന്ന നിലയിൽ കുഞ്ഞനുജന്റെ മേലും അനുജത്തിയുടെ മേലും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ മിര്യാം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അനുജനായിരിക്കുന്ന മോശയെ ശ്രദ്ധിച്ച് മാറി നിൽക്കുകയാണ്. അതുപോലെ ഭാര്യയായ നിനക്ക് ഭർത്താവിനെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നിന്റെ ഭാര്യ ജോലിക്ക് വേണ്ടി പോകുന്നു. അത് ശ്രദ്ധിക്കുന്നത് തെറ്റല്ല. എന്തിനു വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്? നന്മയ്ക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്, സംശയിക്കാൻ വേണ്ടിയല്ല. പല ആളുകൾക്കും സംശയിക്കുന്നതിലും ശ്രദ്ധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. മിര്യാം തന്റെ അനുജന്റെ നന്മയെ ഓർത്ത് ശ്രദ്ധിക്കുകയാണ്. അപകടം വരാതിരിപ്പാൻ ശ്രദ്ധിക്കുകയാണ്, സംശയിക്കുകയല്ല. ഈ കാലത്ത് പല ഭാര്യമാർക്കും ഉണ്ടായിരിക്കുന്നതായ ഒരു വല്ലാത്ത സ്വഭാവം എന്താണെന്നറിയാമോ? സംശയിക്കുന്നത്. ഭർത്താവ് ജോലിക്ക് തന്നെ പോയതാണോ? അതുപോലെ ഇങ്ങനെയുള്ളതായ ചില മാതാപിതാക്കളുമുണ്ട്. അവരുടെ മക്കളെ അവർ സംശയിക്കും, സംശയദൃഷ്ടിയോടെ നോക്കും. വീട്ടിലേക്ക് താമസിച്ച മകനോ മകളോ വരികയാണെങ്കിൽ, എവിടെല്ലാം കറങ്ങിയിട്ടാടാ വരുന്നത്? എവിടെ പോയിട്ടാടാ വരുന്നത്? എവിടെ പോയിട്ടാടി നീ വരുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യം എന്താണെന്ന് ശ്രദ്ധിക്കാതെ, വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാതെ മക്കളോട് സംശയദൃഷ്ടിയോടെ സംസാരിക്കുന്ന പേരൻസ് ഉണ്ട്. ഭർത്താവ് താമസിച്ച് വീട്ടിൽ വരികയാണെങ്കിൽ, ഭാര്യ താമസിച്ച് വരികയാണെങ്കിൽ സത്യമെന്താണെന്ന് അന്വേഷിക്കാതെ സംശയത്തോടുകൂടി സംസാരിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുമുണ്ട്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന് പകരമായി സംശയിക്കുകയാണെങ്കിൽ, ലോകക്കാർ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ദോഷം ചെയ്യേണ്ട കാര്യമില്ല. നീ തന്നെ ദോഷം ചെയ്യുകയാണ്. ഈ സത്യം മറന്നുപോകരുത്. നീ ശ്രദ്ധിക്കേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയെന്ന വേലി കെട്ടുകയാണെങ്കിൽ, എൻ്റെ ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ, നിന്നെ വിട്ടകലുന്നതായ നിന്റെ ഭാര്യയെ, ഭർത്താവിനെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ മതിയായവനാണ്. ഭയപ്പെടരുത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നാൽ സംശയിക്കരുത്. നന്മയെ ആഗ്രഹിക്കുക, അല്ലാതെ
സംശയത്തെ നിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. നിന്റെ കുടുംബത്തെ നീ ശിഥിലമാക്കിക്കളയരുത്. ഭാര്യയെ അകറ്റിക്കളയരുത്, ഭർത്താവിനെയും നീ അകറ്റിക്കളയരുത്. മക്കളുടെ മേലുള്ള സംശയം കൊണ്ട് അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അകറ്റിക്കളയരുത്. അവരെ സ്നേഹിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. വിശുദ്ധിയോടെ നിന്റെ കുടുംബത്തെ കാത്ത് കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുക. അതിനുള്ള കൃപ വേണമെന്ന് പറയുന്നവർ വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വിശുദ്ധിയോടുകൂടി വളർത്തണം. അവരെ കാത്തുപരിപാലിക്കണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്, എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന അപ്പനാണ്. ഇങ്ങനെ ഞങ്ങളുടെ മക്കൾ പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. ആ മാതാപിതാക്കൾ പാവപ്പെട്ടവരായിരുന്നു, എന്നാൽ ആത്മീയതയിൽ അവർ സമ്പന്നരായിരുന്നു. ഞങ്ങൾ ശ്രദ്ധിക്കണമല്ലാതെ സംശയിക്കാൻ പാടില്ല. സംശയത്തിൻ്റെ മനസ്സിനെ എടുത്തുമാറ്റണമേ. അങ്ങനെ കുടുംബത്തെ കാക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.